നമസ്കാരം. നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ സംഭവിച്ചതുപോലെ ഒരു കലാപം രാജ്യത്ത് രാഹുൽ ഗാന്ധി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കതിനെ തള്ളിക്കളയാൻ ആകില്ല എന്നതാണ് വസ്തുത. ഇന്ത്യയിൽ ഇപ്പോഴത്തെ സർക്കാരിനെ, അതായത് BJP സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ കളികൾ കളിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയും ഐക്യത്തെയും തകർക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. ഇപ്പോൾ രാഹുലിന്റെ ലക്ഷ്യം ഇതാണോ എന്ന് സംശയിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പില്ലാതെ അധികാരം കൈയടക്കാൻ നേപ്പാൾ മോഡലിൽ കലാപം നടത്തുന്നതിന്റെ മുന്നോടിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണമെന്ന സംശയമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൾ കക്കുകയാണ് എന്ന വ്യാജമായ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് നൽകുകയായിരുന്നു വോട്ട് ചോരി ആരോപണത്തിലൂടെ രാഹുൽ ഗാന്ധി ചെയ്തത്. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുകയാണ് രാഹുലിന്റെ പ്രധാന ലക്ഷ്യം. അതുവഴി കലാപത്തിലൂടെ അധികാരത്തിൽ എത്തുകയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കരുനീക്കുന്ന വിദേശ ശക്തിയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ ഒരിക്കലും അധികാരത്തിൽ എത്തില്ല എന്ന് അറിയുന്നതിനാലാണ് വിദേശ ശക്തികൾ നേപ്പാളിലേതുപോലെ കലാപത്തിലൂടെ അധികാരത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ എത്തിക്കുന്നതിന് പലതരം ടൂൾ കിറ്റുകൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. CIA, ട്രംപ്, അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ എന്നിവർ മോദി സർക്കാരിനെ വീഴ്ത്താൻ ഗൂഢമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായി ആരോപണം ശക്തമാവുകയാണ്. മോദിയുമായി റഷ്യൻ എണ്ണയെ ചൊല്ലിയും ഓപ്പറേഷൻ സിന്ദൂറിനെ ചൊല്ലിയുമുള്ള അഭിപ്രായ ഭിന്നതകൾ ട്രംപിനെ മോദിക്കെതിരായി തിരിച്ചു. അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്നത് തൊഴിലാക്കിയ അമേരിക്കയിലെ സമാന്തര അധികാര ശക്തിയായ ഡീപ് സ്റ്റേറ്റും കുറെ കാലമായി മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഡീപ് സ്റ്റേറ്റ് ശക്തികളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറസിന്റെ 10,000-കണക്കിന് NGO-കളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇവ NGO-കൾ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. ഇവിടെ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ശക്തമായ കടന്നാക്രമണമാണ് ഈ NGO-കളും മതപരിവർത്തന ലോബികളും നടത്തുന്നത്. നേപ്പാളിൽ നടത്തപ്പെട്ട ജൻസി കലാപത്തിന് പിന്നിലും അമേരിക്കയുടെ രഹസ്യ ചാര സംഘടനയായ CIA-ക്ക് പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ഒരു റാപ്പ് ഗായകനെ ബലേന്ദ്ര ഷായെ പകരം നേപ്പാളിന്റെ പ്രധാനമന്ത്രിയാക്കാനായിരുന്നു CIA-യുടെ ശ്രമമെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട നേപ്പാൾ ഭരണകൂടത്തെ അട്ടിമറിച്ച് ആ അട്ടിമറിക്ക് ചുക്കാൻ പിടിച്ച CIA ശക്തികളോട് കൂറുള്ള ഒരു റാപ്പറെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കാനായിരുന്നു പദ്ധതി. നേപ്പാളിലെ ജൻസി കലാപം പോലെ ബംഗ്ലാദേശിലെ ജമാഅത്തി കലാപം പോലെ ഒന്ന് ഇന്ത്യയിലും നടത്താൻ വിദേശ ശക്തികൾക്ക് പദ്ധതി ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അവരുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ അധികാരത്തിൽ വാഴിക്കാമെന്നാണ് ഈ വിദേശ ശക്തികൾ ഒരു മനക്കോട്ട കെട്ടുന്നത്. അതിനുള്ള ടൂൾ കിറ്റുകളാണ് ഒന്നൊന്നായി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഈയിടെ അടിക്കടി രാഹുൽ ഗാന്ധി നടത്തുന്ന വിദേശ യാത്രകളും ഇതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൾ മോഷ്ടിക്കുന്നു, വോട്ടർ പട്ടികയിൽ പല രീതിയിൽ കൃത്രിമം കാട്ടുന്നു തുടങ്ങിയ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തിയത് മ്യാൻമറിൽ നിന്നും അയച്ചു കൊടുക്കപ്പെട്ട ഫയലുകൾ ഉപയോഗിച്ചാണെന്ന് BJP വക്താവും മുൻ ജേർണലിസ്റ്റുമായ പ്രദീപ് ഭണ്ഡാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ സാങ്കേതിക ടൂളുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള പവർ പോയിന്റ് ഫയലുകൾ മ്യാൻമാറിൽ നിന്ന് അയച്ചു കൊടുക്കപ്പെട്ടതെന്ന് ആരോപിക്കപ്പെടുന്നത്. BJP വക്താവ് ഷെയ്സാദ് പൂനെവാലയും ഇക്കാര്യം ആരോപിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വിദേശത്ത് നിന്നും റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന ഈ ബോസ് ആരാണെന്ന് വെളിപ്പെടുത്താനും പ്രദീപ് ഭണ്ഡാരി ആവശ്യപ്പെടുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനം രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് പ്രദീപ് ഭണ്ഡാരിയുടെ കണ്ടെത്തലുമുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമയി TV.